പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള റെനെ മുല്ലൻസ്റ്റീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ എല്ലാം പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് റെനെ മുല്ലൻസ്റ്റീൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന റെനെ മുല്ലൻസ്റ്റീൻ ഇപ്പോൾ ഇറാഖ് നാഷണൽ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് പ്രവർത്തിക്കുകയാണ്. റെനെ മുല്ലൻസ്റ്റീൻ എന്ന ഈ ഒരു കോച്ചിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര മികച്ച പ്രകടനമൊന്നുമല്ലായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോച്ചിങ് സ്റ്റാഫിനൊപ്പം ഇറാഖ് ഫിഫ വേൾഡ് കപ്പ് 2026 യോഗ്യത നേടിയിട്ടുണ്ട്. എന്തായാലും വരുന്ന ഫിഫ വേൾഡ് കപ്പിൽ ഇറാഖ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നെല്ലാം കാത്തിരുന്നു തന്നെ കാണാം. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു കോച്ചായിട്ട് നോക്കുമ്പോൾ ആരാധകരുള്ള ക്ലബ്ബുകളിലേക്ക് പോകാനാണ് എപ്പോഴും ആഗ്രഹിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തനിക്ക് ഇന്ത്യൻ ഫുട്ബോൾ നന്നായി അറിയാം, ഇവിടെ എത്തി ടീമിനെ സഹായിക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം. മാത്രമല്ല പഞ്ചാബ് എഫ്സിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീമിൻ്റെ ആത്മവിശ്വാസവും ടീം സ്പിരിറ്റും തിരികെ കൊണ്ടുവരണമെന്നും ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ടീമിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപ് യുവ ഇന്ത്യൻ കളിക്കാരുമായി പ്രവർത്തിച്ച് ചിലരെ മെച്ചപ്പെടുത്തി ദേശീയ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. നാം കഠിനമായി പരിശ്രമിക്കുകയും നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ വീണ്ടും അതുപോലെ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്താൽ കേരള ബ്ലാസ്റ്റേഴ്സിനെയും നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. മാത്രമല്ല ടീമിൽ നല്ല പുരോഗതി കാണാൻ കഴിയുമെന്നും ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞു. ഈ ഒരു കോച്ചിൻ്റെ കീഴിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്ന ഏപ്രിൽ 5 ഡൽഹിക്കെതിരെയാണ്. ഇനിയുള്ള മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മെച്ചപ്പെടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.